കൊടുക്കി കൊടുക്കി. ജോണി. എന്താ ചാന്ദിനി? ജോണി, മുത്തം ഞാൻ തന്നല്ലോ. എടാ ജോണി. ചാന്ദിനി, ചാന്ദിനി എവിടെ പോയി? നിന്റെ ചാന്ദിനി എവിടെയാന്ന് എനിക്ക് എങ്ങനെ അറിയാം? മറക്കരുത്. അയ്യോ, നീ എന്തുവായി ചെയ്യുന്നേ? വെള്ളം ഒഴിക്കായിരുന്നു. ഇതിലാണോടാ വെള്ളം ഒഴിക്കുന്നേ? എന്റെ അമ്മ എങ്ങനെയായാ? മറന്നുപോയതാ. നിന്റെ ഒടുക്കത്തെ മറവി ഒരിക്കലും മാറില്ല. ഇല്ല, അമ്മ പറഞ്ഞിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ എനിക്ക് മറവിയാണെന്ന്. എന്റെ അല്ലാ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എടാ ഇപ്പൊ തന്നെ അത് വൃത്തിയാക്കണം കേട്ടോ. ഇപ്പൊ തന്നെ എടാ ഇക്ബാലെ, നീ അവിടെ ഞാനിവിടെ ടയർ ചേഞ്ച് ചെയ്യാ. എന്റെ സ്ക്രൂ ശരിക്കും ലൂസായി പോയി. ഞാനെല്ലാം മറക്കുന്നു. എപ്പോഴെനിക്ക് ചാന്ദിനിയുടെ ഓർമ്മ മാത്രമേ ഉള്ളൂ. ഓ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എടാ നിന്നെ അവൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നീ ഇതുവരെ വിട്ടിട്ടില്ല. അവളിപ്പോ വേറൊരുത്തിനോടെയാണെന്നാ. ശരി ശരി ദൈവമേ. ഇത് അവളുടെ സൈക്കിളല്ലേ? അപ്പൊ ചാന്ദിനി ഇവിടെയുണ്ട്. ഇപ്പൊ അവള് കോളേജിൽ എന്ത് ചെയ്യണാവോ? എങ്ങനെയാ കണ്ടുപിടിക്കാ? കൊള്ളാലോ, നിങ്ങൾ എന്റെ പുറകെ വന്ന് കോളേജ് വരെ എത്തിയല്ലേ? കൊള്ളാം. ആ പറഞ്ഞത് ശരിയാ. ഞാൻ നിന്നെ കണ്ടപ്പോ മുതൽ എന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ആയിട്ട് സ്ക്രൂ ഒക്കെ ജാം ആയി പോയി. സ്ക്രൂ ജാം ആയി പോയോ? പക്ഷെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ പ്രേമത്തിൽ മുങ്ങിയതുപോലെയാണല്ലോ തോന്നുന്നത്. മുങ്ങിയത് മാത്രമല്ല, മുങ്ങിയിട്ട് ഞാൻ മരിക്കുകയും ചെയ്തു. സകല സ്ക്രൂ ജാം ആയിട്ട് എഞ്ചിൻ ഇപ്പോഴും വെറുതെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. തുടങ്ങിയെന്നോ? അപ്പൊ ബാറ്ററി ഫുൾ ചാർജ് ആയോ? അപ്പൊ നമുക്ക് ആ വൈബ്രേഷൻ നിർത്തിയാലോ? അതെങ്ങനെ? ഷോക്ക് കൊണ്ട്. ഇലക്ട്രിക് ഷോക്കോ? അല്ല, ചാന്ദിനിയുടെ സ്പെഷ്യൽ ഷോക്ക്. അതെന്താ? ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഒന്ന് കണ്ണടച്ചേ. കണ്ണടക്കണോ? എന്റെ മെക്കാനിക്കേ. ചായ ഇത് ചാന്ദിനിയുടെ സൈക്കിൾ. ഇന്ന് ഞാൻ കണ്ടുപിടിക്കും അവളിവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന്. അല്ലെങ്കിൽ ശരിയാവില്ല. നിനക്കായാലും പണ്ടോട്ടുള്ള പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ പുറകെ പോകുന്നത്. ഓ, അപ്പൊ ഇതാണ് നിന്റെ കോളേജിലെ പണിയല്ലേ? അതെ, ഇതാണ് എന്റെ ജോലി. ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, നല്ല കാശും ഉണ്ടാക്കുന്നുണ്ട്. എന്നെ പഠിപ്പിക്കാൻ നിക്കണ്ട. മേക്കപ്പ് കിട്ട് സുന്ദരിയായിട്ട് നീ ആരെ കാണിക്കാനേ വരുന്നേ? അതെന്താ? ഞാനൊരു ജോലിക്കാരിയാണെന്ന് വെച്ച് ഞാൻ ഒരുങ്ങി നടക്കാൻ പാടില്ലെന്ന് നിയമമുണ്ടോ? അല്ല, നിങ്ങളൊരു മെക്കാനിക് അല്ലേ? പക്ഷേ ഞാൻ ഇന്ന് വരെ നിങ്ങളെ നാണം കെടുത്തിയിട്ടില്ലല്ലോ. സത്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല, അതാ ഇങ്ങനെയൊക്കെ. പക്ഷെ ഞാനുണ്ടല്ലോ, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു ഒരുപാട്. ഞാൻ പറയുന്നൊക്കെ സത്യ. ഇപ്പോഴാ മനസ്സിലായത് നിങ്ങൾക്ക് എന്നോട് അങ്ങനെയല്ല, സ്നേഹമില്ല. നിന്നെ ഞാൻ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. നീ ഒന്ന് വിശ്വസിക്ക്. സത്യം. നേരാണോ? എന്നെ ഒരിക്കലും ഉപേക്ഷിച്ചു പോകില്ലല്ലോ. നിനക്കെന്താ വട്ടുണ്ടോ? എനിക്ക് ഈ പ്രായം എപ്പോഴാ നിന്നെപ്പോലെ ഒരാളെ കിട്ടിയത്? നിന്നെ ഞാൻ ഇട്ടിട്ട് പോകുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? നീ എന്നും എന്റെ അരികത്ത് തന്നെ ഉണ്ടാവും. ഇന്നടി. ആരുടെ കല്യാണ? എന്റെയാ. നിന്റെ കല്യാണോ? നിന്റെ കല്യാണത്തിനെ കുറിച്ച് ഇപ്പോഴാണോ പറയുന്നത്? അത് പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഉറപ്പിച്ചത്. അതുമല്ലാതെ വിശാല് US പോണെന്നും പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ US സെറ്റിൽഡ് ആവും. എന്തുകൊണ്ടാ കാർഡ് കോളേജിൽ തരാതിരുന്നേ? ഇവിടെ കൊണ്ടുവന്ന് തന്നെന്തിനാ? നിനക്കറിയാൻ പറ്റുമല്ലോ, കോളേജിലെ എല്ലാവരും അങ്ങനെ വിളിക്കാനും പറ്റില്ലല്ലോ. നിനക്ക് എന്താ പറ്റിയ രൂപേ? നിനക്കിഷ്ടമുള്ള ചെറുക്കനെയാണ് നീ കല്യാണം കഴിക്കുന്നത്. രണ്ടുപേരും സെറ്റിൽ ആവുന്നത് അമേരിക്കയിൽ തന്നെ. പിന്നെ നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തെ? ഞാൻ എങ്ങനെ സന്തോഷിക്കാനാ പ്രിയേ? എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നം എന്താണെന്നറിയോ? സ്വന്തം അച്ഛനമ്മമാര് വേണം കല്യാണം നടത്തി കൊടുക്കാനെന്ന്. അവളുടെ അച്ഛൻ വേണം അവളെ പറഞ്ഞയക്കാനെന്ന്. പക്ഷെ എന്റെ കല്യാണത്തിന് എന്റെ അച്ഛൻ ഒരിക്കലും വരില്ല. നീ നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയോ? ഞാൻ പോയിരുന്നു.
എന്താ പറഞ്ഞെന്നറിയോ? അച്ഛന് ജോലി തിരക്കാത്രേ, അന്ന് വരില്ലെന്ന് പറഞ്ഞു. സാരില്ല, അതൊക്കെ വിട്ടേക്ക്. അതെ ജീവൻ ചേട്ടാ, ഞാൻ നിങ്ങൾക്ക് തനിച്ച് കാർഡ് തന്നിട്ടില്ല. പ്രിയയുടെ കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കല്യാണത്തിന് വരണം. നോക്കി വരാതിരിക്കരുത്. ഉറപ്പായും. അതെ പ്രിയെ, ജീവൻ ചേട്ടനെ കൊണ്ടുവരണം കേട്ടോ. പക്ഷേ രൂപേ, നിന്റെ അച്ഛൻ ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? ഇപ്പൊ ഞങ്ങളുടെ പഴയ വീട്ടിൽ തന്നെ താമസിക്കുന്നത്, 96/2 KNC റോഡ്. ആ പിന്നെ ഞാൻ പോട്ടേടി, കൊറേ ജോലിയുണ്ട്. ഡോണ്ട് ബി ലേറ്റ്. കൊണ്ടുവരാതിരിക്കരുത് കേട്ടോ. ടാറ്റ. ജീവൻ ചേട്ടൻ ഞാൻ വരട്ടെ. നീര് പറഞ്ഞ അച്ഛനമ്മമാരുടെ വഴക്കില് കിടന്ന് പാടുപെടുന്നത് മക്കള് തന്നെയാണ്. ശരിയല്ലേ ജീവൻ? അച്ഛനെ വേഗം ഒന്ന് വിളിക്കണം, കന്യാദാനം ചെയ്യാൻ സമയമായി. ഇപ്പൊ രൂപയുടെ അച്ഛനെ വിളിക്കാൻ പറ്റില്ല, അദ്ദേഹം ഇവിടെ ഇല്ല. തിരുമേനി, ഞാൻ തന്നെ കന്യാദാനം ചെയ്യാം. ഏയ്, അത് ശരിയല്ല. പെണ്ണിന്റെ അച്ഛൻ തന്നെ വന്ന് വേണം കന്യാദാനം ചെയ്യാൻ. അഥവാ പെണ്ണിന്റെ അച്ഛൻ ഇവിടെ ഇല്ലെങ്കിൽ അച്ഛന്റെ സ്ഥാനത്തുള്ള ആരായാലും മതി. എന്റെ രൂപമോളെ, അച്ഛാ, അച്ഛാ, മോളെ, എന്റെ മോളെ, എന്റെ മോളെ. എനിക്ക് ശരിക്കും അറിയായിരുന്നു അച്ഛാ, അച്ഛൻ ഇന്ന് തീർച്ചയായും വരുമെന്ന്. എന്റെ മനസ്സ് പറഞ്ഞു അച്ഛൻ എന്റെ കല്യാണത്തിന് വരുമെന്ന്. ആ ചെറുക്കൻ ഇന്നലെ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നു. അവൻ ഒറ്റ ഒരുത്തം കാരണോ ഞാൻ വന്നേ. അതാരായിരുന്നു അച്ഛാ? ദോ അവിടെ നിൽക്കുന്നു. ഇന്നലെ രാവിലെയാ അവൻ എന്റെ വീട്ടിലേക്ക് വന്നത്. നിങ്ങൾക്കറിയാലോ നാളെ നിങ്ങളുടെ മകളുടെ കല്യാണമാണെന്ന്. ആദ്യം നിന്നെ ആരാ ഇങ്ങോട്ട് അയച്ചെന്ന് പറ. രൂപയുടെ അമ്മയാണോ? എന്നെ ആരും പറഞ്ഞയച്ചില്ല. നിങ്ങളോട് കുറച്ച് സംസാരിക്കണമെന്ന് കരുതി വന്നതാ. നോക്ക് സാർ, എല്ലാ പെൺകുട്ടികളും വിചാരിക്കും അവരുടെ കല്യാണത്തിന് സ്വന്തം അച്ഛനും അമ്മയും വേണമെന്ന്. പിന്നെ മാതാപിതാക്കളുടെ അനുഗ്രഹം കൊണ്ടാണ് പുതിയ ജീവിതം തന്നെ അവർ തുടങ്ങുന്നത്. നിങ്ങളുടെ മകളുടെ ആഗ്രഹത. ഇത് നമുക്ക് തെറ്റു പറയാനാവില്ലല്ലോ. നിങ്ങളുടെ ഭാര്യയോടുള്ള ദേഷ്യമാണ് നിങ്ങളിപ്പോൾ മകളോട് കാണിക്കുന്നത്. അത് ശരിയല്ല സാർ. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അച്ഛൻ വന്നില്ലല്ലോ എന്നുള്ള വിഷമം അവൾക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ ദേഷ്യം മകളോട് ഇങ്ങനെ കാണിക്കരുത്. അല്ല, നിങ്ങളുടെ മകള് സന്തോഷമായിട്ട് ജീവിക്കണം നിങ്ങൾക്ക് ഒരാഗ്രഹമില്ലേ? എനിക്കുണ്ട്, മനസ്സുകൊണ്ട് ഞാൻ പറയുക. എന്നാ പിന്നെ നിങ്ങൾ അവിടെ നാളെ വന്ന് കന്യാദാനം ചെയ്യണം. ഇതായിരിക്കും അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം. അവൻ എന്റെ കണ്ണ് തുറപ്പിച്ചു. എനിക്ക് സ്വന്തം സഹോദരനില്ല. അതായത് നീ എനിക്ക് സ്വന്തം ചേട്ടനെ പോലെയാ. ഈ നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല. അല്ല, ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. നിങ്ങൾ കാരണം എന്റെ അച്ഛൻ ഇന്നിവിടെ വന്നത്. നിങ്ങളുടെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ചേട്ടാ. എന്നെ ഏട്ടാന്നല്ലേ നീ വിളിക്കുന്നേ? പിന്നെ എന്തിനാ ഈ നന്ദി കുറച്ചിലൊക്കെ? മുഹൂർത്തത്തിന് സമയം കഴിയാറായി, അങ്ങോട്ട് ചെല്ല്. ജീവൻ, നിങ്ങൾക്ക് റൗഡികളെ തല്ലാനേ അറിയുമെന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷെ എനിക്ക് ഇന്ന് മനസ്സിലായി നിങ്ങൾക്ക് നല്ല ബുദ്ധിയും സാമർഥ്യമൊക്കെ ഉണ്ടെന്ന്. നിങ്ങൾ അന്ന് രൂപയ്ക്ക് എത്ര വലിയ സമ്മാനം നൽകിയത് അത് നിനക്കറിയില്ല. വളരെ നന്ദിയുണ്ട് ജീവൻ. അല്ല, ഇങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു പെണ്ണിന്റെ സന്തോഷമാണ് ഏറ്റവും വലുത്. സ്ത്രീകളുടെ വിഷമം കാണുമ്പോൾ എനിക്ക് സഹിക്കില്ല.